ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉണ്ടാക്കാൻ നല്ല സിമ്പിളുമാണ്, നമുക്ക് വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് എന്നും കിട്ടാനായിട്ട് ഒന്ന് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കിടുക്കനായിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്താൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ ഞാൻ ഈ സ്നാക്കിന് വേണ്ടി മാത്രമല്ല കേട്ടോ, ഒരു സ്നാക്കും കൂടി ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ ഇത്രയും ചിക്കൻ എടുക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് മാരിനേറ്റ് ആവാൻ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ, മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാനിത് ഒരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പം നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് 1 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം പിന്നെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കളറായി ചെറുതായിട്ടൊന്ന് കുക്കായി വരും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ 2 മിനിറ്റ് നമുക്ക് ഇളക്കിയിടാം. അപ്പോൾ 2 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. അതിനുശേഷം പിന്നെ നമുക്ക് അതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്കിനി അടുത്ത കാര്യം ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കുകയാണ്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങൊന്ന് പുഴുങ്ങിയിട്ട് തൊലിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കൈ വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പം നല്ല പോലെ നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്നാക്കാണ്, നിങ്ങൾ മുമ്പ് അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതിലേക്ക് ഞാനൊരു 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ചാറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മളെ ചുവന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തതാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ചാറ്റ് മസാല ഇല്ലെങ്കിൽ പകരം ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ ഞാൻ തുറന്ന് വെച്ച് ഡ്രൈ ആക്കിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ട് കുറച്ച് ഡ്രൈ ആയി. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ എടുത്ത് മാറ്റാം. എന്നിട്ട് ചിക്കൻ എല്ലിന്ന് മാറ്റിയിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് കൈ വെച്ചിട്ടൊന്ന് പിച്ചിയെടുക്കണം. മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കരുത്, കാരണം ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പീസായിട്ടാണ് ചിക്കൻ വേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഞാനിവിടെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു നല്ല വലുപ്പമുള്ള ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. എനിക്ക് ആവശ്യമില്ലായിരുന്നു, ഓൾറെഡി അതിൽ എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയിൽ കിടന്ന് ഈ ഉള്ളി ഇങ്ങനെ പെരണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ അതായത് ഞാൻ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അത്രേ ചേർത്തിട്ടുള്ളൂ. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ ചിക്കൻ മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചെറിയ പീസായിട്ട് ഞാൻ കൈ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാല പിടിക്കാനായിട്ട് 1 മിനിറ്റ് ചിക്കൻ നമുക്ക് ഇതിലേക്ക് അങ്ങനെ വെക്കാം. അത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അവസാനമായിട്ട് കുറച്ച് ഒരു മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എത്ര വേണോ അത്രയും ചേർക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും മല്ലിയില ചേർക്കുന്ന സമയത്ത്. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് അത്രയും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കത് അവിടെ മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ.
അപ്പോൾ ഇനി നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഇനി നമുക്ക് ഇത് ഫില്ല് ചെയ്യാനായിട്ട് കുബൂസാണ് വേണ്ടത്. കുബൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, 2-3 റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ നോക്കി ചെയ്യുക. സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു കുബൂസിനകത്ത് ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഉടച്ച മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് വെച്ച് കൊടുക്കുക. ഒരു ചെറിയ ലെയർ പോലെ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു പകുതിയിൽ എല്ലാവരുടെയും ഒന്ന് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഇനി ഹാഫായിട്ട് മടക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ അത്യാവശ്യം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 സ്പൂൺ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം അത് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ ചിക്കനും ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങും ഒക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മയണൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ ഹാഫായിട്ടൊന്ന് മടക്കുക. ഇനി നമ്മൾ ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ട് നമുക്കിനി അത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തു, കുറച്ച് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ചേർത്തിട്ടുണ്ട്, ചിക്കനും കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് നമ്മൾ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യില്ലേ, അതേപോലെ നമ്മളിനി ടോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പം ഞാനിവിടെ ഒരു ഗ്രില്ലിൻ്റെ പാൻ ഉണ്ട്, ഗ്രിൽ ചെയ്യുന്ന പാന്. അപ്പോൾ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടാവില്ലെങ്കിൽ സാധാ പാനിൽ തന്നെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം ഓയിൽ ചേർത്താലും കുഴപ്പമില്ല. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇനി നമുക്ക് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങിൽ ചിക്കനൊക്കെ നന്നായിട്ട് എന്താ പറയുക അമർത്തുമ്പോൾ നല്ലപോലെ പിടിക്കും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തുറന്ന് വരുമോ ഫില്ലിങ് പുറത്ത് പോവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് 2 തവി വെച്ചിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സൈഡും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുക. 2 സൈഡും ചെറുതായിട്ടൊന്ന് കളറ് മാറണം, അത്രയും ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആ ഒരു കുബൂസ് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റ് ആവും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ 2 റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളറായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര കളർ വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതെടുത്ത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തതും എടുത്ത് മാറ്റിയാൽ മതി. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ദിവസമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് തന്നെ വേണമെന്നില്ല, എപ്പോൾ വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, 100% ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് 2 പീസോ അല്ലെങ്കിൽ 3 പീസോ ആക്കിയിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു കിടക്കാച്ച റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.